പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും പ്രതി അമീറുൽ ഇസ്ലാം തന്നെയാണ് കുറ്റക്കാരൻ എന്ന് ഉറപ്പിക്കുന്നു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. കുറുപ്പുംപടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിക്കെതിരെ കൊലപാതകം, മാനഭംഗം, ദളിത് പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗ ശ്രമത്തെ ചെറുത്ത ജിഷയെ അമീറുൽ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് നേരത്തെ കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. തനിക്കൊപ്പം അനാറുൽ എന്നയാളും ഉണ്ടായിരുന്നുവെന്ന് അമീറുൽ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ സംഭവത്തിന് മുൻപ് അനാറുൽ പെരുമ്പാവൂരിൽ നിന്ന് പോയിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് ജിഷ കൊല്ലപ്പെട്ടത്. കൊലപാതകം നടന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് തുമ്പൊന്നും കണ്ടെത്താൻ ആദ്യ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം ജൂൺ 16-ന് അമീറുൽ ഇസ്ലാമിനെ കാഞ്ചീപുരത്ത് നിന്ന് പിടികൂടി. DNA പരിശോധനയും സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധന അടിസ്ഥാനത്തിലാണ് അമീറുലിനെ പ്രതിയാക്കി കേസെടുത്തത്. കൊലയ്ക്കുപയോഗിച്ച കത്തിയും അമീറുൽ ഉപയോഗിച്ച ചെരുപ്പും അന്വേഷണ സംഘം കണ്ടെത്തി. DNA പരിശോധനയും അയൽവാസിയുടെ മൊഴിയും ചെരുപ്പും കേസിൽ നിർണായക തെളിവായി. അന്വേഷണത്തിന്റെ ഭാഗമായി 2 ലക്ഷത്തോളം ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചു. അയൽവാസികൾ ഉൾപ്പെടെ 5000 പേരുടെ വിരലടയാളം ശേഖരിച്ചു. 23 പേരുടെ DNA-യും പരിശോധിച്ചിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാനുള്ള 90 ദിവസത്തെ സമയപരിധി കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. എന്നാൽ പൊതു അവധിയാണെങ്കിൽ അടുത്ത ദിവസം കുറ്റപത്രം സമർപ്പിക്കാം എന്നതാണ് വ്യവസ്ഥ. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ദില്ലിയിൽ ആരംഭിക്കും. പ്ലീനം തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാനത്തിലും നടപ്പാക്കുന്നതിനെപ്പറ്റി ചർച്ചയാകും. ദേശീയ സർവ്വദേശീയ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഒക്ടോബർ വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ കാര്യപരിപാടികളിലും തീരുമാനമാകും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ എത്തിക്കാൻ കൊച്ചി കോർപ്പറേഷൻ ലോറി ഉടമകളുമായി ഉണ്ടാക്കിയ കരാറിൽ വൻ ക്രമക്കേട് കണ്ടെത്തി. 75 ലക്ഷം രൂപ അനധികൃതമായി കരാറുകാരന് നൽകിയെന്നും ഇത് ഉത്തരവാദികളിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തു. ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും ഓഡിറ്റ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നു. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ബ്രഹ്മപുരം പ്ലാന്റിലെത്തിക്കാൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിക്ക് നൽകിയ കരാറിലാണ് കൃത്രിമം നടന്നത്. 2013-14 വർഷം ഒപ്പിട്ട കരാർ 2014-15 വർഷത്തിലേക്കും പുതിയ ടെൻഡർ വിളിക്കാതെ പുതുക്കി നൽകിയതായി കണ്ടെത്തി. അതേ കരാറുകാരന് തന്നെയാണ് നിയമവിരുദ്ധമായി കരാർ പുതുക്കി നൽകിയത്. പ്രതിദിനം 2 തവണ 10 ടൺ വീതം മാലിന്യം ഓരോ ലോറിയും പ്ലാന്റിലെത്തിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ കേവലം 4.5 ടൺ മാലിന്യം മാത്രമാണ് ഓരോ ലോറിയിലും എത്തിച്ചത്. 10 ടണ്ണിന് നിശ്ചയിച്ച പ്രതിഫലമായ 2750 രൂപ കരാറുകാരന് നൽകുകയും ചെയ്തു. ഇതുവഴി കോർപ്പറേഷന് വൻ തുക നഷ്ടമായി. കരാറിലുണ്ടായിരുന്ന വ്യവസ്ഥ അജണ്ട നോട്ടിലും വർക്ക് ഓർഡറിലും ഒഴിവാക്കി കരാറുകാരനെ സഹായിച്ചതായും പരിശോധനയിൽ വ്യക്തമായി. 1,40 ലക്ഷം രൂപയാണ് RSP കൺസ്ട്രക്ഷൻസ് എന്ന സ്വകാര്യ കമ്പനി കൈപ്പറ്റിയത്. കേവലം 70 ലക്ഷം രൂപ നൽകേണ്ട സ്ഥാനത്താണ് ഇരട്ടി തുക കരാറുകാരന് ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനധികൃതമായി നൽകിയ 75 ലക്ഷം രൂപ കരാറുകാരനിൽ നിന്നും ഉത്തരവാദികളായ ജീവനക്കാരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികളിറങ്ങും. അരമണി കെട്ടി വയർ കുലയ്ക്ക് പുറത്തു ചാടുന്ന പുലിവേഷക്കാർ പൂരനഗരിയിലെത്തുന്ന ആയിരങ്ങളെ ആവേശം കൊള്ളിക്കും. സാംസ്കാരിക നഗരിയിൽ നിന്ന് ദിൽജിത്ത് ചേരുന്നുണ്ട് പുലികളിയുടെ വിവരങ്ങളുമായി. ദിൽജിത്ത്, പ്രത്യേകിച്ച് ഇത്തവണ സംഘങ്ങൾക്കുള്ള തുക വർദ്ധിപ്പിച്ചിരുന്നു, ഒപ്പം പെൺപുലികളുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും കാഴ്ചക്കാരെ ആവേശം കൊള്ളിക്കുക? തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? തീർച്ചയായും സൗമ്യ, പുലർച്ചെ മുതൽ തന്നെ പുലികളി സംഘങ്ങൾ അവരുടെ മടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇക്കുറി 10 പുലികളി സംഘങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ ധനസഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭിച്ചപ്പോൾ കൂടുതൽ പുലികളി സംഘങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കുറി വിയൂർ ദേശത്തിൽ പെൺപുലികൾ രംഗത്തിറങ്ങുന്നതാണ്. വർഷങ്ങൾ നീണ്ട നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുലികളിയുടെ പാരമ്പര്യത്തിൽ ആദ്യമായി ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് പെൺപുലികൾ രംഗത്തിറങ്ങുകയാണ്. ആ പുലികളുടെ അടുത്ത് തന്നെയാണ് നമ്മളുള്ളത്. 3 പുലികളാണ് ഇറങ്ങുന്നത്. അവരോട് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. ചരിത്രത്തിൽ ആദ്യമായി പെൺപുലികൾ രംഗത്തിറങ്ങുകയാണ്. പുലിവേഷം കെട്ടാൻ ഒരുങ്ങുമ്പോൾ എന്താണ് തോന്നുന്നത്? പുലിവേഷം കെട്ടാൻ തുടങ്ങുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമാവുകയാണല്ലോ ചെയ്യുന്നത്. മാവേലിയുടെ അതായത് കേരള സന്ദർശനമായിട്ട് തിരുവോണത്തിന് ആ ബന്ധം 1000 വർഷത്തിൻ്റെ പഴക്കമുണ്ടാവും. പക്ഷേ പെൺപുലികളുടെ ചരിത്രം ഇന്നു മുതൽ തുടങ്ങുകയാണ്.
അതിന് വിങ്സ് ഭാഗമാകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം തന്നെയുണ്ട്. ഇത്തരത്തിലൊരു ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ എന്താണ് അത് ആശയത്തിന് പിന്നിൽ എന്താണ്? ഇല്ല, പൊതു ഇടങ്ങളും പൊതു ആഘോഷങ്ങളും സ്ത്രീകളുടേത് കൂടി ആവേണ്ടതുണ്ട്. ഞങ്ങളുടെ വിങ്സ് കേരള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യം തന്നെ അതാണ്. സാധാരണ സ്ത്രീകളെ പൊതുവേദികളിലേക്ക് പൊതു ഇടങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പുലികളി ഇപ്പോൾ ഒരു പൊതു ആഘോഷമാണ്. സ്ത്രീകളുടെ ആഘോഷം എപ്പോഴും വെറുതെ സെറ്റ് സാരി കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ടതിൽ ഒതുങ്ങി പോവാണ്. അല്ലാതെ പൊതു ആഘോഷങ്ങൾ സ്ത്രീകളുടേതാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത്തരത്തിൽ പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന ഒരു കളിയിലേക്ക് സ്ത്രീകൾ കടന്നു വരാൻ ശ്രമിച്ചപ്പോൾ എന്തായിരുന്നു പൊതുസമൂഹത്തിൽ നിന്നൊരു പ്രതികരണം? ആദ്യ പ്രതികരണം ഏത് തരത്തിലായിരുന്നു? പൊതുപ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ സമീപിച്ചത് വിയ്യൂർ ദേശത്തെയാണ്. പക്ഷെ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ 3 പേർക്കേ അവസരമുള്ളൂ. കാരണം അവർ ഓൾറെഡി പുലികളൊക്കെ തീരുമാനിച്ചതുകൊണ്ട് 3 പേർക്കേ അവസരം തരാൻ പറ്റൂ. പക്ഷേ ഞങ്ങൾക്ക് ആ അവസരം ഞങ്ങളെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഏതായാലും ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള ഒരുക്കത്തിലാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താണ് തോന്നുന്നത്? ഇതിൽ ഭാഗമാകാൻ പോയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തരം ആഘോഷങ്ങളൊക്കെ സാധാരണ ഗതിയിൽ പുരുഷന്മാരാണ് കാണുന്നത്. ഇപ്പോൾ നബിദിന റാലി ഞങ്ങൾ കാണുന്നുണ്ട്. ഞാനൊരു മുസ്ലിമാണ്. ഈ നബിദിന റാലിയിൽ ഈ സ്ത്രീകൾ നോക്കി നിൽക്കുക എന്നല്ലാതെ കാണുന്നില്ല, പ്രകടനത്തിനുണ്ടാവുന്നില്ല. ഇനി ഞങ്ങൾ നബിദിന റാലിയും കൂടെ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഏതായാലും ഈ പെൺപുലികൾ 3 പേർ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് മത്സരത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇവർ നമുക്ക് വേണ്ടി ഒരു അല്പം ഒരു സ്റ്റെപ്പ് കാണിക്കാമോ? ഒരു പുലിച്ചുവട് വെച്ച് കാണിക്കാമോ? പുലിച്ചുവട് വെച്ച് പെൺപുലികൾ നമുക്ക് വേണ്ടി ഏതായാലും ഇപ്പോൾ ഈ കണ്ടതൊന്നും ആയിരിക്കില്ല. ഇവർ ഇനിയും പുലിവേഷം കെട്ടി പുരുഷന്മാരുടേതിന് സമാനമായിട്ടുള്ള രീതിയിൽ മറ്റ് വേഷവിധാനങ്ങൾ അണിഞ്ഞ ശേഷമായിരിക്കും പുലികളിക്കായി തയ്യാറായി എത്തുക. ഏതായാലും അത്തരത്തിൽ അവസാന ഘട്ടത്തിലേക്ക് മേക്കപ്പുകൾ പൂർത്തിയാക്കി പുലികളിക്കുള്ള തയ്യാറെടുപ്പുകൾ അതിലുള്ള ഒരുക്കത്തിലാണ്. മറ്റൊരു ഭാഗത്ത് പുരുഷന്മാരുടെ ഒരുക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുലർച്ചെ മുതൽ തന്നെ പുലികളുടെ ദേഹത്ത് ചായം തേക്കാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ചായം തേക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. പുലർച്ചെ മുതൽ തന്നെ 10 പുലിമടകളിലും ഇത്തരത്തിൽ പുരുഷന്മാരുടെ ദേഹത്ത് ചായം പൂശാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരുന്നു. പ്രത്യേകിച്ച് കൃത്രിമ നിറങ്ങൾ ഒഴിവാക്കി സ്വാഭാവികമായ നിറങ്ങൾ, നിറച്ചാർത്തുകൾ വെള്ളിയാഴ്ച മുതൽ തന്നെ ഇത്തരത്തിൽ നിറങ്ങൾ തയ്യാറാക്കി വെച്ച ശേഷമാണ് ഇന്ന് പുലർച്ചെ ഇത്തരത്തിൽ നിറങ്ങൾ പൂശാൻ ആരംഭിച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ചേട്ടൻ എത്ര വർഷമാണ് പുലിവേഷം കിട്ടുന്നത്? മറ്റൊരു വ്യക്തിയോട് എന്തൊക്കെയായിരുന്നു പുലികളിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ? ഏത് തരത്തിലായിരുന്നു? പുലിക്കളിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ സ്പെഷ്യൽ പുലികളെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് അവസാനമായിട്ട് ഞങ്ങൾ വരയ്ക്കുള്ളൂ. പിന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ സ്ത്രീകളെ വേഷടിക്കുന്നുണ്ട്. അതൊരു 3 സ്ത്രീകൾ വേഷമുണ്ട്. അത് ഞങ്ങൾക്കൊരു അഭിമാന പ്രശ്നം കൂടിയിട്ടായിരുന്നു. പുതുമോളോട് കൂടി ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാ വെറൈറ്റിയും കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ള പുലികളിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിയൂർ ദേശമാണ്. ഈ വർഷവും ഞങ്ങൾ അത്ര ആർഭാടമായിട്ട് ഞങ്ങൾ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ സസ്പെൻസിലായിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ വെളിപ്പെടുത്തിയത്. അപ്പോൾ അത് നല്ലൊരു ജനങ്ങളിൽ നിന്ന് നല്ലൊരു ഇതുണ്ടാവട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയായിട്ട് മുന്നോട്ട് പോയി അടുത്ത വർഷങ്ങളിലും ഞങ്ങൾ നടത്താൻ സാഹചര്യം വന്നാൽ ഞങ്ങൾ നല്ലൊരു ഇതോടി സാന്നിധ്യം ഞങ്ങളുടെ ദേശത്തുണ്ടാവും. എല്ലാ പുതുമോളോട് കൂടി ഞങ്ങൾ അടുത്ത വർഷങ്ങളിൽ ഇറങ്ങാൻ സാഹചര്യം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് സസ്പെൻസിൽ നിങ്ങളുടെയൊക്കെ വിജയം, നിങ്ങളെ കാണുന്ന ചാനലുകാർ കവർ ചെയ്ത് അവരെ ഏറ്റവും കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതൊരു ഇത് വരുത്തണം. അതാണ് നമ്മുടെ അഭ്യർത്ഥന. അപ്പോൾ അതുവരെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് പ്രൈസ് കിട്ടണം. ഞങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സസ്പെൻസൊക്കെ വിട്ടിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടി ഉണ്ട് വരകളുടെയും മറ്റുള്ള കാര്യങ്ങളും. അത് നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. ആ സസ്പെൻസിൽ വെച്ചിരിക്കുന്നത്. ഏതായാലും സൗമ്യ, ഇത്തരത്തിൽ പുലിവണ്ടികളിലും പുലി വരകളിലും അടക്കം നിശ്ചല ദൃശ്യങ്ങളിലടക്കം ഓരോ ദേശങ്ങളും അവരുടേതായ തനത് രഹസ്യങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഇവ അവസാന നിമിഷം മാത്രമാവും പുറത്ത് എടുക്കുക. പ്രത്യേകിച്ച് പെൺപുലികൾ രംഗത്തിറങ്ങുന്നു എന്നതിന് പുറമെ സ്പെഷ്യൽ പുലികളെയും
എല്ലാ ദേശക്കാരും അണിയിച്ചൊരുക്കുന്നുണ്ട്. ഇവ എന്തൊക്കെയാണ് എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആസ്വാദകർ. ഏതായാലും ഈ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ശേഷം നടുവിലാലിൽ നാളികേരമുടച്ച പുലികൾ രംഗത്തിറങ്ങുന്നതുവരെ കാത്തിരിക്കണം. സൗമ്യ. ദേവജിത്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഏതായാലും മടകളിൽ പുലികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിയോടുകൂടി നഗരിയിലേക്ക് പുലികൾ ഇറങ്ങും. 76-ാം വയസ്സിലും പതിവ് തെറ്റിക്കാതെ ചാത്തുണ്ണി ആശാൻ ഇക്കുറിയും പുലികളിക്കായി എത്തും. തുടർച്ചയായി 60-ാം പുലികളിക്കായാണ് ചാത്തുണ്ണി തയ്യാറെടുക്കുന്നത്. പ്രായമേറിയ പുലിക്ക് ആദരമൊരുക്കാനാണ് ഇക്കുറി അയ്യന്തോൾ ദേശം പുലികളി സംഘത്തെ ഇറക്കുന്നത്. പുലിയെന്നാൽ വലിയ ശരീരവും ഒത്ത കുടവയറും വേണമെന്നാണ് വെപ്പെങ്കിലും കഴിഞ്ഞ 60 വർഷമായി പുലിവേഷം കിട്ടുന്ന ചാത്തുണ്ണിയാച്ചാൻ പക്ഷേ ഇങ്ങനെയൊന്നുമല്ല. ജന്മനാടായ അയ്യന്തോളിൽ ഇതുവരെ പുലികളി സംഘങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മറ്റ് സംഘങ്ങളിലായിരുന്നു ചാത്തുണ്ണിയുടെ പങ്കാളിത്തം. പതിവ് തെറ്റിക്കാതെ 60-ാം വർഷത്തിൽ കളിക്കൊരുങ്ങിയപ്പോൾ സ്വന്തം നാടിന്റെ പേരിൽ ഒരു പുലികളി സംഘത്തെ ഇറക്കണമെന്ന ആശാന് ആഗ്രഹം പറഞ്ഞറിയിച്ചതോടെ നാട്ടുകാർ ചാത്തുണ്ണിയോടുള്ള ആദരസൂചകമായി അയ്യന്തോൾ ടീമിനെ രംഗത്തിറക്കുകയാണ്. കഴിയുന്നവര് ഇതേപോലെ ആവശ്യം തന്നെയായിരുന്നു. കഴിയുന്നവര് നമുക്ക് നല്ല ആവശ്യം. പിന്നെ ഞാൻ ഈ കുറച്ച് ഇരുന്ന് കഴിക്കാത്ത ആളാ. 41 ദിവസം വീട്ടില്. ഈ വർഷം സ്വന്തം നാടിന്റെ സംഘത്തിനായി ചുവടുവയ്ക്കാൻ അവസരം ലഭിച്ചതിൽ ചാത്തുണ്ണി ഏറെ സന്തോഷത്തിലാണ്. പ്രായം 76 പുലിക്കൊട്ട് കേട്ടാൽ ഈ കാരണവർ പുലിക്ക് ചുവടുവയ്ക്കാതെ നിൽക്കാനാവില്ല. തുടർച്ചയായ 60-ാം വർഷവും ഒപ്പം കളിക്കുന്ന പുലികൾക്ക് ആവേശമാവുകയാണ് ചാത്തുണ്ണിയേട്ടൻ. ക്യാമറമാൻ PP സലീമിനൊപ്പം CG ദിൽജിത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഇന്ന് നടക്കും. വിദേശികളും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും അടക്കം പങ്കെടുക്കുന്ന പരിപാടിയിൽ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ ജലമേളയെന്ന് പേരെടുത്തു കഴിഞ്ഞ ആറന്മുള ജലോത്സവത്തിൽ ഇക്കുറി 50 പള്ളിയോടങ്ങൾ മാറ്റുരയ്ക്കും. മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് പരമ്പരാഗത രീതിയിൽ തുഴഞ്ഞെത്തുന്ന പള്ളിയോടങ്ങൾ ഫൈനൽ മത്സരിക്കും. തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജലഘോഷയാത്രയോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ജില്ലാ കളക്ടർ R. ഗിരിജ പതാക ഉയർത്തും. ഉച്ചയ്ക്ക് 2 മണിയോടെ കേന്ദ്രമന്ത്രി അനന്ത്കുമാർ ജലമേള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലവിഭവ മന്ത്രി മാത്യു തോമസ് മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഈ വർഷം മുതൽ പുനഃസ്ഥാപിച്ച രാമപുരത്ത് വാര്യർ അവാർഡ് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനിക്കും. ടൂറിസം മന്ത്രി AC മൊയ്തീൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ, MP-മാർ MLA-മാർ തുടങ്ങി നിരവധി പേർ സന്നിഹിതരാകും. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം അധികൃതർ പറഞ്ഞു. മുൻവർഷങ്ങളെക്കാൾ സുരക്ഷ ഈ പ്രാവശ്യം കൂടുതൽ ഉണ്ടാവും. കാരണം ഈ അപകടങ്ങൾ സംഭവിച്ചതുകൊണ്ട് കൂടുതൽ സുരക്ഷ ഉണ്ടാവും. പമ്പാ നദിയിൽ ജലനിരപ്പ് കുറഞ്ഞിരിക്കുന്നതിനാൽ ഡാമുകൾ തുറന്നുവിട്ട് വെള്ളം ഉറപ്പുവരുത്തും. നദിയിൽ തടസ്സമായി നിൽക്കുന്ന മണൽപുറ്റുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. പവലീനുകളുടെ നിർമ്മാണവും പൂർത്തിയായി. മുൻ വർഷങ്ങളിലേതിനേക്കാൾ ഇരട്ടി ആളുകൾ ഇത്തവണയും ജലമേളയ്ക്കെത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.